പറയിപെറ്റ പന്തിരുകുലത്തിലെ എട്ടാമനായിരുന്ന നാറാണത്ത് ഭ്രാന്തനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നിരവധി അത്ഭുത കൃത്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ പ്രവർത്തികളിലെ വൈചിത്ര്യവും പെരുമാറ്റത്തിലെ അസാധാരണത്വവും കൊണ്ടാണ് അദ്ദേഹം നാറാണത്ത് ഭ്രാന്തൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും മനുഷ്യർക്ക് പഠിക്കാനുള്ള ഗുണപാഠങ്ങൾ അടങ്ങിയതായിരുന്നു. ഇടതുകാലിൽ മന്തുണ്ടായിരുന്ന അദ്ദേഹത്തിന് വസ്ത്രധാരണത്തിലോ ജീവിതചര്യകളിലോ തെല്ലും ശ്രദ്ധയോ ചിട്ടയോ ഉണ്ടായിരുന്നില്ല. പതിവായി അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലി ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. വലിയ കല്ലുകൾ ഉരുട്ടി മലയുടെ മുകളിൽ കൊണ്ടുചെല്ലും, എന്നിട്ട് അവ താഴേക്ക് തള്ളിവിടും. കല്ലുകൾ അതിവേഗത്തിൽ താഴേക്ക് ഉരുണ്ടുപോകുന്നത് നോക്കി അദ്ദേഹം കൈകൊട്ടി ഉറക്കെ ഉറക്കെ ചിരിക്കും. ദിവസവും ഇതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിനോദം. എന്നും ഇത് കാണുന്നവർക്ക് ഈ മനുഷ്യന് ഭ്രാന്താണെന്നല്ലേ ചിന്തിക്കാൻ കഴിയൂ. അതേസമയം വലിയൊരു സാരോപദേശം ആ മനുഷ്യൻ്റെ പ്രവൃത്തിയിൽ അടങ്ങിയിരുന്നു. ഉന്നതങ്ങളിലെത്താൻ കഠിന പ്രയത്നം ആവശ്യമാണ്, പക്ഷേ അത് നശിപ്പിക്കാൻ നിഷ്പ്രയാസം കഴിയും. ഉച്ചവരെ കല്ലുകൾ മലമുകളിലേക്ക് ഉരുട്ടിക്കയറ്റുകയും പിന്നെ താഴേക്ക് തള്ളിയിടുകയും ചെയ്യുന്ന ജോലി കഴിഞ്ഞാൽ നാറാണത്തു ഭ്രാന്തൻ ഭിക്ഷയാചിക്കാനിറങ്ങും. ഒരു ചെമ്പ് പാത്രവും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഭിക്ഷയ്ക്കിറങ്ങുന്നത്. പ്രധാനമായും അരിയാവും ഭിക്ഷയായി കിട്ടുന്നത്. വൈകുന്നേരം വരെ യാചിച്ച് കിട്ടുന്ന അരി ചെന്നെത്തുന്ന സ്ഥലത്ത് അടുപ്പ് കൂട്ടി സ്വയം പാകം ചെയ്ത് കഴിക്കുന്ന ശീലമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. സാധാരണ രാത്രി ഭക്ഷണം മാത്രമേ ഉണ്ടാകാറുള്ളൂ. അത്താഴം കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്നുറങ്ങും. നേരം വെളുത്താലുടൻ എഴുന്നേറ്റ് പോകും കല്ലുരുട്ടാൻ. ഒരു ദിവസം സന്ധ്യയോടടുത്ത സമയം, അന്ന് ഇരന്നു കിട്ടിയ അരിയുമായി എത്തിച്ചേർന്നത് ഒരു ശ്മശാനത്തിലായിരുന്നു. അപ്പോഴവിടെ ഒരു ശവം പട്ടടയിലിരുന്ന് ദഹിക്കുന്നത് അദ്ദേഹം കണ്ടു. ശവവുമായി വന്നിരുന്നവരെല്ലാം മടങ്ങിപ്പോയി കഴിഞ്ഞ സമയത്താണ് നാറാണത്ത് ഭ്രാന്തൻ്റെ വരവ്. ചുടുകാടിൻ്റെ കാവൽക്കാരനും സ്ഥലം വിട്ടിരുന്നു. പട്ടടയിൽ എരിയുന്ന വിറകും തീയുമൊക്കെ കണ്ടപ്പോൾ അന്ന് അരി പാകം ചെയ്യാൻ പറ്റിയ ഇടം അതുതന്നെയെന്ന് നാറാണത്ത് ഭ്രാന്തൻ തീരുമാനിച്ചു. അടുത്തുള്ള അരുവിയിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവന്നു. 3 കല്ലുകളെടുത്ത് ശവം ദഹിപ്പിച്ചുകൊണ്ടിരുന്ന പട്ടടയോട് ചേർന്ന് തന്നെ അടുപ്പ് കൂട്ടി. വെള്ളവും അരിയും ഒരുമിച്ച് ചെമ്പ് പാത്രത്തിൽ അടുപ്പത്ത് വെച്ചു. പട്ടടയിൽ നിന്ന് വിറകു കഷ്ണങ്ങളെടുത്ത് അരി പാകം ചെയ്യാൻ തുടങ്ങി. രാത്രി നന്നേ ഇരുട്ടിയിരുന്നു. മഞ്ഞുകാലമായതിനാൽ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അടുപ്പിൽ തീ ആളിയപ്പോൾ തീ കായാനായി അദ്ദേഹം കുറെ കൂടി അടുത്തിരുന്നു. ഇടത്തെ കാലിൽ മന്തുണ്ടായിരുന്നതിനാൽ ചൂട് കൊള്ളിക്കാനായി കാൽ പൊക്കി അടുപ്പ് കല്ലിൽ വെച്ചു. തീയും കാഞ്ഞ് ഇടയ്ക്കിടെ ഉറക്കവും തൂങ്ങിയാണ് നാറാണത്ത് ഭ്രാന്തൻ അരി പാകം ചെയ്തത്. ഏതാണ്ട് അർദ്ധരാത്രിയായപ്പോൾ ഭൂതപ്രേത പിശാചുക്കളുടെ അകമ്പടിയോടെ ചുടലക്കാളി ശ്മശാനത്തിലേക്ക് വന്നു. അവരുടെ ആർപ്പുവിളിയും അട്ടഹാസവും അവിടമാകെ നടുക്കുന്ന തരത്തിലുള്ളതായിരുന്നു. കഞ്ഞിവെക്കുന്ന നാറാണത്ത് ഭ്രാന്തൻ അതൊന്നും കേട്ട ഭാവം നടിച്ചില്ല. കാളിയും കൂട്ടരും എരിയുന്ന പട്ടടയ്ക്കടുത്ത് വന്നപ്പോൾ അതിനടുത്ത് ഒരു മനുഷ്യനിരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു. കാളിക്ക് കോപം വന്നു. അർദ്ധരാത്രി സമയത്ത് തീരെ ഭയമില്ലാതെ അതാ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ചുടുകാട്ടിലിരിക്കുന്നു. ഹേ മനുഷ്യ, വേഗം ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക, കാളി പറഞ്ഞു. നാറാണത്ത് ഭ്രാന്തൻ അത് കേട്ട ഭാവം നടിച്ചില്ല. വീണ്ടും കാളി അലറി. നാറാണത്ത് ഭ്രാന്തനാകട്ടെ തെല്ലും കൂസാതെ മറുപടി പറഞ്ഞു. തത്കാലം ഇവിടെ നിന്ന് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പോയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ പേടിപ്പിക്കും, ചുടലക്കാളി പറഞ്ഞു. ഞാൻ പേടിക്കില്ലെങ്കിലോ? പേടിക്കില്ലെന്നോ? ഞങ്ങളെ നേരിലൊന്ന് കണ്ടാൽ തന്നെ ഭയപ്പെടാത്ത മനുഷ്യരുണ്ടോ? അതെനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ ഭയപ്പെടുകയില്ല. നാറാണത്ത് ഭ്രാന്തൻ അടുപ്പിൽ നിന്ന് കഞ്ഞിപ്പാത്രം നിലത്തിറക്കി വെച്ചു. അദ്ദേഹത്തിൻ്റെ കൂസലില്ലാത്ത ഇരുപ്പും സംഭാഷണവും കാളിക്കും കൂട്ടർക്കും വലിയ കോപത്തെ ഉണ്ടാക്കി. അദ്ദേഹത്തെ ദഹിപ്പിക്കും വിധം